ശ്രുതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി സീതാറാം യെച്ചൂരിയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് സീതാറാം യെച്ചൂരിയുടെ ആശയ വ്യക്തതയും അത് മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുമാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ആളാണ് സീതാറാം യെച്ചൂരി. പക്ഷേ സീതാറാം യെച്ചൂരി അത്തരം വിഷയങ്ങളൊക്കെ വളരെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഓരോരുത്തരോടും എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാവുന്നത്, ആ തരത്തിലേക്ക് മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലേക്ക് പറയാൻ കഴിയുന്ന ആളായിരുന്നു സീതാറാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓരോരുത്തർക്ക് ചിലപ്പോൾ ഓരോ വിഷയത്തിൽ ആണവ കരാറെ പോലെ ഇന്ത്യ US ആണവ കരാർ പോലെ ഒരു വിഷയം വരുമ്പോൾ എന്താണ് ആണവ കരാർ എന്നോ ആണവ കരാറിന്റെ വ്യവസ്ഥകൾ എങ്ങനെയാണോ ഇന്ത്യക്ക് എതിരാകുന്നതെന്നോ, അമേരിക്കയുമായിട്ടാണ് ആ ഒരു കരാർ ഉണ്ടാക്കുന്നത്, അത് ആണവ കരാറാണ് എന്നതിനപ്പുറത്തേക്ക് സാധാരണ ഒരു ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക പ്രയാസമായിരുന്നു. അന്നടക്കം ഇത്തരം കാര്യങ്ങളെ വളരെ ലളിതമായി പാർട്ടി പ്രവർത്തകർക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നെറ്റ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അങ്ങനെ ആശയവിനിമയത്തിലുള്ള അസാധാരണമായ ഒരു കഴിവാണ് സീതാറാം യെച്ചൂരിയെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഏറ്റവും അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ മറ്റു നേതാക്കൾക്ക് മാതൃകയാകാവുന്ന പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ എങ്ങനെയാണ് ഏത് ദുർബലമായ സാഹചര്യത്തിലും എങ്ങനെ നമുക്ക് അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഐക്യമുന്നണി സർക്കാർ 96 രൂപീകരിക്കുമ്പോഴായാലും, ഒന്നാം UPA സർക്കാർ 2004 രൂപീകരിക്കുമ്പോഴായാലും, കർണാടകയിൽ BJP ഒന്നാമത്തെ പാർട്ടിയാകുമ്പോൾ JDSന്റെ സഹായത്തോടുകൂടി JDSനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസ് പിന്തുണയോടെ അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്ന വിഷയത്തിലായാലും, ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന BJPക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന ഒരു കാലത്ത് BJP ഒരിക്കലും തകരില്ല എന്നൊക്കെ വിചാരിച്ചെടുത്തുന്ന ഇന്ത്യ മുന്നണി തട്ടിക്കൂട്ട് മുന്നണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മുന്നണി വിജയത്തിന് അരികെ വരെ എത്തിയ സീറ്റ് എണ്ണത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ മാറ്റുന്നതിൽ, അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കുന്നതിൽ എങ്ങനെയാണോ ഈ പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നത്, ആ കൂട്ടിയോജിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഓരോ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അങ്ങനെ ആശയപരമായി ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ മാത്രം നിൽക്കുന്നതല്ല. DMKയുടെ രാഷ്ട്രീയ സ്വഭാവമല്ല ഉള്ളത് സമാജ്വാദി പാർട്ടിയുടെ മറുപക്ഷത്ത് നിൽക്കുന്നതാണ് BSP, മായാവതിയുടെ BSP. അങ്ങനെ ഈ ശരത് പവാറിന്റെ പാർട്ടി NCP ആണെങ്കിൽ അവിടെ മറ്റൊരു രാഷ്ട്രീയമാണുള്ളത്. ഇനി ശിവസേന ആണെങ്കിൽ ശിവസേന മറുപക്ഷത്ത് നിന്നതാണ്. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിക്കാൻ കഴിയാത്ത നിരവധി മേഖലകളുണ്ട്. അവരുടെ യോജിപ്പിന്റെ വഴികൾ കുറവാണ്. യോജിപ്പിന്റെ വഴികൾ കുറവായ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ വലിയ മൂവ്മെന്റ് നടത്താൻ എല്ലാ കാലത്തും കഴിഞ്ഞ ഒരു നേതാവാണ്. ഇന്ത്യൻ മതേതര ചേരിയുടെ അമരക്കാരൻ എന്ന നിലയിൽ തന്നെയാവും സീതാറാം യെച്ചൂരി എന്ന പേര് എക്കാലവും ഓർമ്മിക്കപ്പെടുക. അതിന് അദ്ദേഹത്തിന് സാധ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിന് ഈ ആളുകളോട് ഈ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്, അദ്ദേഹത്തിൽ ഈ നേതാക്കൾക്കെല്ലാം വിശ്വാസമുണ്ടായിരുന്നു, വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. മുലായം സിംഗ് യാദവുമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ അഖിലേഷ് യാദവുമായും വളരെ അടുത്ത ബന്ധം സീതാറാം യെച്ചൂരിക്കുണ്ട്. ലാലു പ്രസാദ് യാദവുമായി എങ്ങനെയാണോ സീതാറാം യെച്ചൂരിക്ക് ബന്ധമുള്ളത്, അതേപോലെ തന്നെയാണ് തേജസ്വി യാദവുമായിട്ടും അതേ സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാനും അവരോട് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുമുള്ള ബന്ധം സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. അത് ശരത് പവാറിനോടായാലും അദ്ദേഹത്തിന്റെ മകൾ സുപ്രിയ സുലെയോട് എല്ലാം ആ തരത്തിൽ, ഇനി സ്റ്റാലിനോടായാലും എല്ലാം അങ്ങനെ ഒരു ബന്ധമുള്ളയാളാണ്. ബംഗാളിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ബംഗാളിൽ ഒരു തരത്തിലും CPMന് യോജിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മമതാ ബാനർജി ആയിരുന്നു. ആ മമതാ ബാനർജിയോട് പോലും ഒരു ടോക്കിംഗ് ടേംസ് എപ്പോഴും കാത്തുസൂക്ഷിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി ചേർന്ന് പോകണം BJPക്കെതിരെ എന്നുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈനെ കുറിച്ച്. കോൺഗ്രസ് നേതാക്കളുമായി അത്തരത്തിൽ സോണിയാഗാന്ധിക്ക്, എനിക്ക് തോന്നുന്നു CPMനെ സംബന്ധിച്ച് സോണിയാഗാന്ധിക്ക് എല്ലാ കാലത്തും ഏറ്റവും വിശ്വാസമുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ സോണിയാഗാന്ധി ഒരു ഉപദേശകന്റെ ലെവലിലടക്കം പലപ്പോഴും കണ്ടിരുന്ന ഒരു നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ആണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം എതിർചേരിയിൽ നിൽക്കുമ്പോഴും ഉപദേശം തേടിയിരുന്ന ഒരു നേതാവ്. സൂചിപ്പിക്കുന്ന പോലെ അതൊരു രാഷ്ട്രീയ അധ്യായമാണ്, പഠിക്കേണ്ട പാഠമാണ്. അത് എത്ര വായിച്ചാലും മറിച്ചാലും തീരാത്ത ഒരു പുസ്തകമായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യെച്ചൂരി എന്ന് നിലനിൽക്കുകയും ചെയ്യും. യെച്ചൂരിയുടെ